ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ? അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു വെള്ളിയാഴ്ചയാണ് കേട്ടോ വീഡിയോ എടുക്കണത്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ രാവിലത്തെ ചായ കുടിയും കാര്യങ്ങളും കുട്ടികളെ പറഞ്ഞയക്കലും ഒക്കെ കഴിഞ്ഞ് ഞാൻ ആദ്യം ചെയ്യണത് എന്താ വെച്ചാൽ, ആദ്യം കുളി കഴിഞ്ഞിട്ട് പിന്നെ വെള്ളിയാഴ്ച ചെയ്യണ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ. നമ്മുടെ വെള്ളിയാഴ്ച അൽക്കാഫ് സൂറത്ത് ഓതുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്തിട്ട് ഞാൻ പിന്നെ അടുക്കളയ്ക്ക് കയറാനുള്ള കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ പറയുക, കുറച്ച് ഉണക്കമുളക് ഉണ്ടല്ലോ, നമ്മുടെ വറ്റൽ മുളക്, അത് ഈ ഡബ്ബയിൽ ഇരുന്നിട്ടേ എന്താ ആകെ പൂത്ത് ഒരു തരം കളർ വന്നിക്കണം. അപ്പോൾ അതൊന്നും എനിക്ക് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. കഴുകി അന്ന് തൊട്ട് ഇവിടെ മഴ, അതുവരെ മഴ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഭയങ്കര കാറ്റും വെയിലും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇത് കഴുകി അന്ന് തൊട്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പം ഞാൻ ചെറിയൊരു വെയിലിൻ്റെ നാളം കണ്ടപ്പോൾ ഇതൊരു പ്ലേറ്റിലാക്കിയിട്ട് അതൊന്ന് വെയിലത്ത് വെച്ചിട്ട് എടുക്കാമെന്ന് 2-3 പ്രാവശ്യം വെച്ചു. പക്ഷെ വെച്ച സമയത്തൊക്കെ മഴയാണ്. അപ്പോൾ വെക്കാൻ വേണ്ടി പോയപ്പോൾ പൂച്ചയാണെങ്കിൽ അവൾക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ കൂടിയതാണ് കേട്ടോ. അങ്ങനെ ഞാനതവിടെ വെച്ചിട്ട് പോന്ന്. അത് കഴിഞ്ഞ് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേനും ഇതാ നല്ല മഴയാണ്. കണ്ടോ, മുളക് ഉണക്കട്ട അപ്പം മഴ പെയ്ത്. അതുവരെ മഴ ഉണ്ടായിരുന്നില്ല. മഴ എന്ന് പറഞ്ഞാലും പോരാ, മഴയല്ല, ഇവിടെ കൂടുതലും കാറ്റാണ്. മഴ കുറവാണ്, പക്ഷെ കാറ്റ്, ഭയങ്കര കാറ്റ്. ഇതൊന്നും കാറ്റല്ല കേട്ടോ, ഇതിന് മുന്നേ ഒരു കാറ്റുണ്ടായിരുന്നു. ആ കാറ്റിൽ ഇവിടെ മരങ്ങളൊക്കെ പൊട്ടി വീണ് 1-2 ദിവസമൊന്നും കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ ചെറിയൊരു കാറ്റാണ്. അങ്ങനെ ഞാൻ മുളകൊക്കെ എടുത്ത് വീണ്ടും അകത്തന്നെ വെച്ചു. അല്ലാതെ ഇപ്പം എന്ത് കാട്ടാനാ? ഇനിയിപ്പോൾ വെയിലുള്ളപ്പോൾ പുറത്ത് വെക്കാം, അല്ലാതെ വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ. ഞാനങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയ്ക്ക് കടന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് നാടൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണം. വിഭവങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഉച്ചയ്ക്കുള്ളത്. അപ്പോൾ മുരിങ്ങ പരിപ്പിട്ട് വെക്കുക കേട്ടോ ഞാൻ ചെയ്യാറ്. താളിക്കും ചെയ്യലുണ്ട്. ഇപ്പം മുരിങ്ങ പരിപ്പിട്ട് വെക്കാനൊരു പൂതി. മുരിങ്ങ ഞാൻ നാട്ടിൽ പോയി വരുമ്പോൾ കൊടുന്ന കേട്ടോ. അവിടെ നാട്ടിൽ ഞാൻ മുരിങ്ങ മരം ഞാൻ നട്ട തന്നെ കേട്ടോ അവിടെ. അപ്പം അയിമാണെങ്കിൽ അവിടെ ആരുമില്ലാത്തതുകൊണ്ട് തന്നെ നിറച്ച് മുരിങ്ങയും, കായമുരിങ്ങയാണ് അത്. കായൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇപ്പം നിറയെ ഇല നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പൊട്ടിച്ച് കൊടുന്ന കേട്ടോ. ഞാൻ വരുമ്പോൾ മുരിങ്ങ പൊട്ടിക്കും, അതുപോലെ കറിവേപ്പിൻ്റെ ഇല പൊട്ടിക്കും. കറിവേപ്പിൻ്റെ തൈ ഇതുപോലെ ഞാൻ വെച്ചിട്ട് അതൊരു മരം പോലെ ആയിട്ട് നിൽക്കുന്നുണ്ട്. കറിവേപ്പിൻ്റെ ഇലയും മുരിങ്ങയും തേങ്ങയും. അങ്ങോട്ട് പോകുമ്പോൾ വലിയ ലഗേജ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ലഗേജ് ഉണ്ടാവും കേട്ടോ. അതാണ് അവസ്ഥ. പിന്നെ അപ്പം മുരിങ്ങയും പരിപ്പിട്ട് വെക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ പരിപ്പ് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുക്കറിൽ വെച്ചു കേട്ടോ, പരിപ്പ് വേവിക്കാൻ. പിന്നെ അതാ ഞാൻ ഉണക്കമീൻ, കുറേ ആയി ഉണക്കമീൻ തിന്നണം എന്ന് പൂതി. ഇവിടെ അങ്ങനെ ഉണക്കമീൻ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഉണക്കമീൻ കരിവാട് എന്നോ അങ്ങനെ എന്തോ പേരാണ് പറയുക. ഇവിടെ ഉണക്കമീൻ എന്ന് ആരും അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ല. അപ്പോൾ അതും അവിടെ നിന്ന് വരുമ്പോൾ കൊടുന്നു കേട്ടോ, സ്രാവ്. ഉണക്കമീൻ ഉണ്ടെങ്കിൽ നമുക്ക്, പച്ചമീൻ ഇല്ലെങ്കിൽ ഉണക്കമീൻ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ ഒന്നും വേണ്ടല്ലേ. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു മണം എന്തുണ്ടെങ്കിൽ ചോറ് ഏതിന് പോയി എന്ന് അറിയില്ലല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ഒക്കെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഉണക്കമീൻ പെട്ടെന്ന് വെള്ളത്തിൽ ഈ ഉപ്പ് പിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, 2-3 കടലാസ് കഷ്ണങ്ങൾ അതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ഉപ്പൊക്കെ കടലാസിൽ പിടിച്ച് ഉപ്പിൻ്റെ ഒരു ഇതൊന്നും പെട്ടെന്ന് മാറി കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്യാറുട്ടോ ഞാൻ. അപ്പം അങ്ങനെ അത് വെള്ളത്തിലിരുന്ന് അതിൻ്റെ ഉപ്പൊക്കെ പോട്ടെ. അപ്പോൾ തന്നെ നമുക്ക് മുരിങ്ങടലൊക്കെ ഒന്ന് കഴുകി അടുപ്പത്ത് ഇടാം. മുരിങ്ങടല കഴുകാനൊന്നുമില്ല, കാരണം അവിടെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് പൊടിയും കാര്യങ്ങളൊന്നും മുരിങ്ങടയിൽ ഉണ്ടാവില്ല. എന്നാലും ഒരു മനസ്സംതൃപ്തിക്ക് വേണ്ടിയിട്ടൊന്ന് കഴുകാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴുകിയിട്ട് ഇനിയിപ്പോൾ അതൊന്നും അവിടെ ഇതാവട്ടെ. അപ്പോഴത്തേന് നമുക്ക് വെള്ളം കുറച്ച് ഉപ്പുപൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഈ മുരിങ്ങടലയും കൂടി ഇടുക. ഇത് പിന്നെ 1-2 തള വരുമ്പോഴത്തേനും അത് വേഗം ആവുമല്ലോ, വല്ലാതെ പണിയൊന്നുമില്ലല്ലോ. പെട്ടെന്ന് ആവണ ഒരു കൂട്ടാനാണ് മുരിങ്ങയും പരിപ്പും അല്ലേ.
അതും ഉണക്കമീനുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, അത് മാത്രം മതി നമുക്ക് ചോറിനാനില്ലേ. ഞാൻ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് നാടൻ വിഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ ചിക്കനും മീനും മീനല്ല സോറി, ചിക്കനും മട്ടനും ബീഫും എന്ന് പറഞ്ഞ പോലെ അതിനേക്കാൾ ഇഷ്ടക്ക് നാടൻ വിഭവങ്ങൾ കഴിക്കാനാട്ടോ. നാട്ടിലാണ് സമയത്ത് തന്നെ ഞാനിതുപോലെ ചേമ്പും തണ്ട്, അതുപോലെ എന്താ പറയുക, ചീര, ഇലക്കറികൾ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചേമ്പും തണ്ട് കൂടെ അതുപോലെ ചക്കരക്കിഴങ്ങ് ഇട്ടിട്ട്, ചക്കരക്കിഴങ്ങ് അതുപോലെ ഓമക്കായ അല്ലേ, ഓമക്കായ കറുവത്തുങ്ങ അങ്ങനെയൊക്കെ പറയും, അതിട്ടിട്ട് വെക്കും കടുക് താളിച്ചിട്ട്. അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അതുപോലെ എന്താ ഈ നാടൻ പലഹാരത്തിനോട് ഭയങ്കര ഇഷ്ടം. ഇവിടെ വന്നതിന് ശേഷം പ്രത്യേകിച്ചും ഇവിടെ അതൊന്നും കിട്ടാത്ത സാധനങ്ങളല്ലേ. മുരിങ്ങൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തോ ഒരു പൊലിവാന്നറിയാം. ഇനിയിപ്പോൾ അതിലേക്കുള്ള തേങ്ങ ചിരക്കട്ടെ കേട്ടോ. തേങ്ങയിൽ ഞാൻ ജീരകം, ചിലവർ പരിപ്പും മുരിങ്ങയും വെക്കുമ്പോൾ ജീരകം ഇടൂല്ലേ, ഞാൻ ഇടൂല കേട്ടോ. ഞാൻ അതിൽ ചെറുള്ളി 2 ഇടും. ജീരകത്തിൻ്റെ ടേസ്റ്റ് എന്തോ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അത് കാരണം ജീരകം ഇടില്ല, 2 ചെറുള്ളി മാത്രം ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുള്ളൂ ചെയ്യാം കേട്ടോ. അപ്പോൾ അതങ്ങനെ തേങ്ങയൊക്കെ അരച്ചിട്ടുണ്ട്, ഇനി അതിൽ ഒഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇലയൊക്കെ തളിച്ചിട്ടുണ്ട്. ഈ ഒരു പച്ച കളർ പോവാത്ത രീതിയിൽ വേണം കേട്ടോ ചെയ്യാൻ. അതിൻ്റെ ഇടയിൽ ഞാനൊരു കാഴ്ച കണ്ടിട്ട് ആ ജനലിൻ്റെ ഉള്ളിൽ കൂടെ അടുക്കളുടെ അവിടെ ഇങ്ങനെ നിന്നപ്പോൾ ഒരു അണ്ണാനിങ്ങനെ സൗണ്ട് ഉണ്ടാക്കി കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ അണ്ണാൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ചെയ്യണം നോക്കിയിട്ട് ഇരുന്നിട്ട് ആ ഒരു കൊമ്പുമ്പോൾ നിന്നിട്ട് അത് എന്താണ് തിന്നണമെന്ന് അറിയില്ല. അതിനെ കൊമ്പ് കടിച്ച് തിന്നാണോ എന്താ നല്ല. ഞാൻ കുറച്ച് നേരം അതന്നെ നോക്കി നിന്ന്. ഭയങ്കര കാറ്റുണ്ട്, പക്ഷെ അത് അതിന്മേന്ന് വിടണില്ല. നല്ല ഓരോരുത്തരൊക്കെ എന്താ പറയുക, ഓരോരോ ഈ കഴിവുകൾ കൊടുക്കണമല്ലേ. ഞാനങ്ങനെ കുറച്ച് നേരം അത് നോക്കിക്കൊണ്ട് നിന്നിട്ടാ. അങ്ങനെ നമ്മുടെ കൂട്ടാൻ്റെ പണിയിലേക്ക് വരട്ടെ. അപ്പോൾ അതാ നമ്മുടെ ചെറിയുള്ളി ഇട്ടിട്ട് തൂമിക്കാൻ പോവാണ് കേട്ടോ. ഞാൻ കടുക് പൊട്ടിക്കലില്ല, ചെറിയുള്ളി ഇട്ട് തൂമിക്കാം കേട്ടോ പതിവ്. അപ്പോൾ അതങ്ങനെ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കടലാസിൽ ഉപ്പൊക്കെ നല്ല പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ അതൊക്കെ കഴുകിയെടുത്ത് അതിൽ ഉപ്പ് എന്നാ പറഞ്ഞത്, സോറി, ഉപ്പ് അതിൽ ഓൾറെഡി ഉണ്ടല്ലോ അല്ലേ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് പുരട്ടിയെടുക്കുക. ഈ ഒരു ചട്ടി ഞാൻ ലുലുന്ന് വാങ്ങിയതാണ് കേട്ടോ, ഈ നോൺ സ്റ്റിക്കിന്. ഈ ഒരു ചട്ടിയിൽ നമുക്ക് മീനൊക്കെ പൊരിക്കാൻ നല്ല സുഖാട്ടോ, പെട്ടെന്ന് ചൂടാവും ചെയ്യും, അധികം എണ്ണയും വേണ്ട. 199 രൂപ അങ്ങനെ എന്താണ് ഓഫറായിട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഓംലേറ്റ് ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നാവും കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഒരു ചട്ടി, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ചട്ടിയില്ലേ. അപ്പോൾ ഞാൻ ഈ ഉണക്കമീൻ പൊരിക്കുമ്പോൾ അതിൽ ഒരു 3-4-5 പച്ചമുളക് വെറുതെ ഒന്ന് കീറിയിട്ട് കിട്ടും. അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അതിൻ്റെ ആ ഒരു ഉണക്കമീൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ അതിലുണ്ടാവും. ചിലപ്പോൾ 2-3 ചെറുള്ളിയൊക്കെ അരിഞ്ഞിടും, കറിവേപ്പിൻ്റെ ഇടും കേട്ടോ. അന്ന് ചെറുള്ളി ഇട്ടിട്ടില്ല. അപ്പോൾ അതുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊന്ന് ചെയ്ത് നോക്കുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പപ്പടം പൊരിക്കാൻ നിന്ന്. അപ്പോൾ പപ്പടം, ഉണക്കമീനും മുരിങ്ങക്കറിയും അച്ചാറും ഇതൊക്കെയാണ് അന്നത്തെ ചോറിന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനുള്ള ചോറും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണക്കമീനൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ആ മുളകും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചോറ് അവനുള്ളതുകൊണ്ട് ഞാൻ ചോറ് വെച്ചു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ തലേ ദിവസത്തെ ചോറ് എനിക്കുള്ളത് തിളപ്പിച്ചു വിട്ട് ചെയ്യാട്ടിട്ട്. അപ്പോൾ അങ്ങനെ ചോറ് ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ വേസ്റ്റ് കൊട്ടാൻ പോവാം കേട്ടോ. വേസ്റ്റ് നമ്മൾ ഇവിടെ അവിടെ ഒരു ടാങ്കിയാണ് കേട്ടോ. ആ ടാങ്കിയിൽ ഇപ്പോൾ വെള്ളം നിറക്കില്ല, അതിൽ വേസ്റ്റ് കളയുക, അതുപോലെ എന്തെങ്കിലും കത്തിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ടാൽ കത്തിക്കാം കേട്ടോ. അപ്പോൾ അത് കൊണ്ടുപോയി കളയാൻ വേണ്ടി നിന്നതാട്ടോ ഞാൻ. അപ്പോൾ നല്ല വെയിൽ, മഴയൊക്കെ പോയിട്ട് ഇപ്പോൾ നല്ല വെയിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ തുണികളൊക്കെ ഇടാൻ വേണ്ടി നിന്നതാണ്. ഇപ്പോൾ ഈ മഴ അടുപ്പിച്ച് പെയ്യുന്നതുകൊണ്ട് തന്നെ തുണികളൊക്കെ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ കട്ടിയുള്ള പാൻറ്റും കാര്യങ്ങളൊക്കെ ഉണങ്ങാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ ഈ വെയിലുള്ള സമയത്ത് ഞാൻ അങ്ങോട്ടിടലും ഇങ്ങോട്ടിടലും, അപ്പോൾ അതാ പണി. ഞാനങ്ങനെ നിൽക്കാറില്ല, ഇപ്പോൾ കുറച്ചായിട്ട് അതാണ് പണി, അല്ലാതെ ഉണങ്ങി കിട്ടണില്ല. അങ്ങനെ ഞാൻ തുണികളൊക്കെ ഇട്ട് വന്ന് പിന്നെ ഞാൻ കുട്ടികളുടെ റൂമിൽ ബെഡ്ഷീറ്റും കാര്യമൊക്കെ മാറ്റാൻ വേണ്ടി നിന്നിട്ടാ. അപ്പോൾ ബെഡ്ഷീറ്റ് ഞാൻ മാറ്റുമ്പോൾ ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ബെഡ്ഷീറ്റ് വിരിക്കണ സമയത്ത് അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഒക്കെ ഒന്ന് ബെഡ്ഷീറ്റ് അടിയിലേക്കൊന്ന് നമ്മൾ ചെയ്യൂലേ, അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മളെ പല്ലകന്നിട്ടുള്ള ചീർപ്പുണ്ടല്ലോ, ആ ചീർപ്പ് വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഗ്യാപ്പിലേക്ക് ഇറങ്ങി കിട്ടും കേട്ടോ.
മറ്റത് നമ്മൾ കൈയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കൈയൊക്കെ തിരികെ വെക്കുമ്പോൾ കൈയും ഭയങ്കര വേദനയാവും, അതുകൊണ്ട് പെട്ടെന്ന് ക്ലീനായി കിട്ടില്ല. ഇതാകുമ്പോൾ നല്ല ക്ലീനായിട്ട് തന്നെ പെട്ടെന്ന് പണി തീരും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് ചെയ്ത് നോക്കൊണ്ട് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ച്. അപ്പോൾ വേറെ എന്താ പറയാനുള്ളത്, നമ്മളോട് ഒരു കമൻറ്റിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെയാണ് പുതിന ഇല ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ പുതിന ഇല ഞാൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻഷാ അള്ളാ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിന ഇല ഇവിടെ ഉണ്ടാക്കണോണ്ട് തന്നെ ഞാൻ വാങ്ങാറില്ല. ഇനിയിപ്പോൾ അത് വാങ്ങുമ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ വിശദമായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ആക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ തിന്നട്ടെ. അപ്പോൾ എല്ലാവർക്കും ബായ്, അസ്സലാമു അലൈക്കും.